PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് കണക്കിലെ ഭിന്നസംഖ്യയുടെ ഒരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഭിന്നസംഖ്യകൾ കൂട്ടുന്നതും കുറയ്ക്കുന്നതും ഗുണിക്കുന്നതും ഹരിക്കുന്നതും എല്ലാം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. മിശ്ര ഭിന്നങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ നോക്കുന്നത് കുറച്ച് ഭിന്നസംഖ്യകൾ തന്നിട്ട് അതിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏത് അല്ലെങ്കിൽ ചെറിയ ഭിന്നസംഖ്യ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഈസി ആയിട്ട് എളുപ്പത്തിൽ സെക്കൻഡിനുള്ളിൽ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്കും കൂടെ ഈ വീഡിയോ ഉപകാരപ്പെടാനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കാം. ഇവിടെ നോക്കുക, 3/5 4/5 രണ്ട് ഭിന്നസംഖ്യകൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുക? ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ 5 ആണ്, ഇവിടെയും 5 ആണ് അല്ലേ? അതായത് ഛേദങ്ങൾ രണ്ടും എന്താണ്? തുല്യമാണ് അല്ലേ? ഛേദം തുല്യമാണ്. ഇവിടെയും 5 ആണ്, ഇവിടെയും 5 ആണ്. അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. എന്താണ് ഇതിനർത്ഥം? 3/5 എന്ന് പറഞ്ഞാൽ എന്താണ്? 5ൽ 3 ഭാഗം. 4/5 എന്ന് വെച്ചാൽ എന്താണ്? 5ൽ 4 ഭാഗം അല്ലേ? അപ്പോൾ ഇപ്പോൾ ഒരു കേക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. അതിൽ 5 കഷ്ണമാക്കിയിട്ടുണ്ട്. അതിൽ 4 ഭാഗമാണോ വലുത്? 5 കഷ്ണമാക്കിയതിൽ 3 ഭാഗം കിട്ടുന്നതാണോ വലുത്? 4 ഭാഗം കിട്ടുന്നതല്ലേ? അത്രേ ഉള്ളൂ. അപ്പോൾ ഛേദങ്ങൾ തുല്യമായിട്ട് വരുമ്പോൾ അത്രയും ചിന്തിച്ചാൽ മതി. എന്താണ്? 5ൽ 4 ഭാഗമാണോ വലുത്? 5ൽ 3 ഭാഗമാണോ വലുത്? 5ൽ 4 ഭാഗം കിട്ടുന്നതല്ലേ വലുത് വരുന്നത്? അപ്പോൾ ഛേദങ്ങൾ തുല്യമായതാണെങ്കിൽ മുകളിലെ സംഖ്യ ഏതാണോ വലുത് വരുന്നത് ആ വരുന്ന സംഖ്യയാണ്, അത് ആ ഭിന്നസംഖ്യയാണ് എന്ത്? വലിയ ഭിന്നസംഖ്യ. അപ്പോൾ ഇവിടെ ഏതാണ് വലുത്? 4/5 എന്ന് പറയുന്ന ഭിന്നസംഖ്യയാണ് വലുത്. ഓക്കെ, 3/5 4/5 ഛേദം രണ്ടും തുല്യമാണ്, 5 തന്നെയാണ്. അപ്പോൾ മുകളിലെ സംഖ്യ നോക്കുക, 3ഉം 4ഉം ആണ്. ഏതാണ് വലുത്? 4 അല്ലേ? അപ്പം 4/5 എന്ന് പറയുന്ന ഭിന്നസംഖ്യയാണ് വലുത്. ഈസി അല്ലേ? അടുത്തത് നോക്കുക, 3/5 4/6 ആണ് അല്ലേ? അപ്പോൾ 3/5 4/6 എന്ന് പറയുമ്പോൾ ഛേദവും അംശവും എല്ലാം വ്യത്യസ്തമായിട്ടുള്ളതാണ്. ഇങ്ങനെയുള്ളത് വരുമ്പോൾ രണ്ട് ഭിന്നസംഖ്യകളാണ് തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ക്രോസ് ആയിട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. പറഞ്ഞുതരാം. 3 × 6 എത്രയാണ്? 18 അല്ലേ? 3 × 6 18. ഇതിൽ മുകളിൽ വരുന്ന സംഖ്യ ഏതാ? 3. അതിന് മുകളിൽ 18 എന്ന് എഴുതുക. ഓക്കെ, ഇനി 4 × 5 എത്രയാണ്? 20 അല്ലേ? 4ആണ് മുകളിൽ വരുന്ന സംഖ്യ. ആ 4ന്റെ മുകളിൽ 20 എന്ന് എഴുതി. എന്താണ് ചെയ്തത്? ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. 3 × 6 18, 3ന് മുകളിൽ എഴുതി. 4 × 5 20, 4ന് മുകളിൽ എഴുതി. ഇനി ഇതിലേതാണ് വലിയ സംഖ്യ? 18 ആണോ 20 ആണോ? 20 അല്ലേ? അപ്പോൾ ഈ 20 എന്ന് പറയുന്ന വലിയ സംഖ്യയുടെ താഴെ വരുന്ന ഭിന്നസംഖ്യയാണ് നമ്മുടെ വലിയ ഭിന്നസംഖ്യ. ഓക്കെ ആണല്ലോ? അപ്പോൾ അംശവും ഛേദവും വ്യത്യസ്തമായിട്ടുള്ള രണ്ട് ഭിന്നസംഖ്യകൾ തന്നിട്ട് അതിലേതാണ് വലുത് എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം? ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3 × 6 18, 3ന് മുകളിൽ എഴുതി. 4 × 5 20, 4ന് മുകളിൽ എഴുതി. 20 ആണോ 18 ആണോ വലുതെന്ന് നോക്കി. 20 ആണ് വലുത്. സോ അതിന് താഴെ വരുന്ന ഭിന്നസംഖ്യ ആയിട്ടുള്ള 4/6 ആണ് വലുത്. മനസ്സിലായല്ലോ? അപ്പോൾ ഛേദങ്ങൾ തുല്യമായിട്ട് വരുമ്പോൾ മുകളിലെ സംഖ്യ നോക്കുക, ഏറ്റവും വലുത് ഏതാണോ അതാണ് വലിയ ഭിന്നസംഖ്യ. വ്യത്യസ്തമാണെങ്കിൽ എന്ത് ചെയ്യുക? ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, മുകളിൽ എഴുതുക. ഏറ്റവും വലിയ സംഖ്യ കിട്ടുന്നതിൻ്റെ താഴെയുള്ള ഭിന്നസംഖ്യ ആയിരിക്കും എന്ത്? വലിയ ഭിന്നസംഖ്യ. അടുത്തത് നോക്കുക, 3 ഭിന്നസംഖ്യകൾ തന്നിട്ടുണ്ട് അല്ലേ? ഇതിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏത് എന്ന് നമ്മളോട് ചോദിച്ചെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2 ആയിരുന്നപ്പോൾ നമ്മൾ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് മുകളിൽ എഴുതി ഏറ്റവും വലിയ സംഖ്യ നോക്കി കണ്ടുപിടിച്ചു അല്ലേ? അപ്പോൾ 3 തന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യുക. ആദ്യം എന്ത് ചെയ്യുക? 2 ഭിന്നസംഖ്യ എടുക്കുക, എന്നിട്ട് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നോക്കുക, ഇങ്ങനെ ക്രോസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 3 × 6 18, ഇതിന് മുകളിൽ എഴുതി. 4 × 4 എത്രയാണ്? 16, ഇതിന് മുകളിൽ എഴുതി. അപ്പോൾ ഇവിടെ മുകളിൽ എഴുതിയതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 18 ആണോ 16 ആണോ? 18 ആണ് അല്ലേ? അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏറ്റവും വലിയ ഭിന്നസംഖ്യ കിട്ടിയത് 3/4 ആണ് അല്ലേ? അപ്പോൾ ഇനി അടുത്തത് ഏതാണ് നോക്കേണ്ടത്? 6/9 കൊണ്ട് നോക്കുക. ഇത് രണ്ടും കൂടെ ചെയ്തപ്പോൾ ഇത് ചെറുതാണ്, ഇത് വലുതാണെന്ന് കിട്ടി. അപ്പോൾ ഈ വലിയ ഭിന്നസംഖ്യ എടുത്തിട്ട് അടുത്ത ഭിന്നസംഖ്യയും കൂടെ ക്രോസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ് വലുതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ 3/4 ആണ് ഇവിടെ ഉള്ളത്. 3/4, അടുത്തത് 6/9 ആണ്. ഇനി ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യുക? ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 × 9 എത്രയാണ്? 27. 6 × 4 24, മുകളിൽ എഴുതി. 27 ആണോ 24 ആണോ വലുത്? 27 ആണ് വലുത് അല്ലേ? അപ്പോൾ 27ന് താഴെ വരുന്ന 3/4 തന്നെയാണ്
വലിയ ഭിന്നസംഖ്യ? അപ്പോൾ ഇത് 3 വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏതാണ്? 3/4. എങ്ങനെയാണ് കണ്ടെത്തിയെന്ന് മനസ്സിലായല്ലോ? 3 ഭിന്നസംഖ്യകളാണ് തന്നിട്ടുള്ളതെങ്കിൽ എന്ത് ചെയ്യാം? ആദ്യം 2 ഭിന്നസംഖ്യകൾ ചേർത്തിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ കണ്ടുപിടിക്കുക. അതിൽ വലുത് കണ്ടെത്തി ആ വലിയ ഭിന്നസംഖ്യ അടുത്ത ഭിന്നസംഖ്യയായിട്ട് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതിൽ ഏതാണ് വലുതെന്ന് നോക്കുക, എഴുതുക. അത്രയേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? അടുത്തത് നോക്കാം. 4 ഭിന്നസംഖ്യകൾ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ 4 ഭിന്നസംഖ്യകളിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏത് എന്നെങ്ങനെയാണ് കണ്ടെത്തുക? നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ആദ്യം 2 ഭിന്നസംഖ്യ എടുത്തിട്ട് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 11 × 2 എത്രയാണ്? 22 ആണ്. 9 × 6 എത്രയാണ്? 54 ആണ്. അപ്പോൾ ഇതിൽ ഏറ്റവും വലുത് ഏതാണ്? 22 ആണോ 54 ആണോ? 54 ആണല്ലോ. അപ്പോൾ 6/11 ആണ് വലിയ ഭിന്നസംഖ്യ. ഇത് രണ്ടും കൂടെ ചെയ്തപ്പോൾ അല്ലേ? അപ്പോൾ ഈ 6/11 ഇവിടെ ഉണ്ട്. ഇത് നമുക്ക് ഇനി ആവശ്യമില്ല. ഓക്കെ, ഇനി അടുത്തത് നോക്കുക. 6/11 വലുത് കിട്ടി. ഇനി ഇത് എന്ത് ചെയ്യണം? ഇതുമായിട്ട് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ 6/11 3/7 കൂടെ ചെയ്യാം. ഓക്കെ, ഞാൻ ഇത് മായ്ക്കുന്നുണ്ട്. 6/11 3/7 കൂടെ ചെയ്യുമ്പോൾ 6/7 എത്രയാണ്? 42. 11 × 3 എത്രയാണ്? 33. ഓക്കെ, ഇത് തമ്മിൽ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോഴും ഏതാണ് വലുത് വരുന്നത്? ഇവിടെ 42ഉം 33ഉം ആണ്. 42 അല്ലേ വലുത്? അപ്പോൾ അതിൻ്റെ താഴെയുള്ള 6/11 തന്നെയാണ് വലുത് വരുന്നത്. ഇതെന്താണ്? ചെറുതാണ്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമില്ല. ഇനി എന്താണുള്ളത്? 6/11 തന്നെയാണ് വലുത് കിട്ടിയത്. ബാക്കി 4/7 ഉണ്ട് അല്ലേ? അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യുക? ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ക്രോസ് ആയിട്ട് ചെയ്യുമ്പോൾ 11 × 4 44, 6 × 7 42. അപ്പോൾ 42 ആണോ 44 ആണോ വലുത്? 44 ആണ്. അപ്പോൾ 44 താഴെ വരുന്ന 4/7 ആണ് നമ്മുടെ വലിയ ഭിന്നസംഖ്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 4 എണ്ണത്തിൽ വെച്ച് ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏതാണ്? 4/7 ആണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ 4 ഭിന്നസംഖ്യ, എത്ര ഭിന്നസംഖ്യ തന്നാലും നമ്മൾ ഇതുപോലെ ചെയ്താൽ മതി. 2 എണ്ണം എടുക്കുക, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് മുകളിൽ എഴുതുക. ഏറ്റവും വലിയ സംഖ്യ വരുന്നത് വലിയ ഭിന്നസംഖ്യ. അത് കഴിഞ്ഞ് ആ വലുതിനെ അടുത്ത ഭിന്നസംഖ്യയായിട്ട് ക്രോസ് ആയിട്ട് ചെയ്യാം. അതിൽ ഏതാണോ വലുത് വരുന്നത് അത് വലിയ ഭിന്നസംഖ്യ. അടുത്തതുണ്ടെങ്കിൽ അതുമായിട്ട് അടുത്തത് ക്രോസ് ചെയ്യാം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് തന്നെ നമുക്ക് വലിയ ഭിന്നസംഖ്യയും ചെറിയ ഭിന്നസംഖ്യയും കണ്ടുപിടിക്കാം. ഇതിപ്പോൾ നമുക്ക് വലുതായതുകൊണ്ട് നമ്മൾ വലുത് കണ്ടെത്തി. ഇനി ചെറുതാണ്, ഏറ്റവും ചെറിയ ഭിന്നസംഖ്യയാണ് ചോദിച്ചെങ്കിൽ എന്ത് ചെയ്യും? ഇത് രണ്ടും കൂടെ ചെയ്തതിൽ ഏറ്റവും ചെറുതെടുക്കും, 2/9 എടുക്കും. ദെൻ അതും അടുത്തതും കൂടെ നോക്കി അതിൽ ഏറ്റവും ചെറുതെടുക്കും. ഓക്കെ, അപ്പോൾ ചെറുതാണോ വലുതാണോ ചോദിച്ചിരിക്കുന്നതിനനുസരിച്ചിട്ട് നമ്മളത് എടുത്താൽ മതി. ഓക്കെ ആണല്ലോ? അപ്പോൾ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, കണ്ടെത്തുക. അടുത്തത് നോക്കുക. 2/10, 7/10, 3/10, 6/10, 8/10. അപ്പോൾ ഇത്രയും ഭിന്നസംഖ്യകൾ തന്നിട്ടുണ്ട്. ഇതിനെ അവരോഹണ ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എന്താണ് അവരോഹണ ക്രമം? വലുതിൽ നിന്നും ചെറുതിലോട്ട് എഴുതണം അല്ലേ? വലുതിൽ നിന്നും ചെറുതിലോട്ട് എഴുതുന്നതിനെയാണ് അവരോഹണ ക്രമം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും വലുത് ഏതാണ് എന്നെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇവിടെ എന്താണ് പ്രത്യേകത? താഴെ എല്ലാം 10 ആണ് അല്ലേ? ഛേദം എല്ലാം തുല്യമാണ്, 10 തന്നെയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, 10ൽ 8 ഭാഗം കിട്ടുന്നതാണോ വലുത്? 10ൽ 2 ഭാഗം കിട്ടുന്നതാണോ വലുത്? 10ൽ 8 ഭാഗം കിട്ടുന്നതല്ലേ? അപ്പോൾ മുകളിൽ ഏറ്റവും വലിയ സംഖ്യ വരുന്നതാണ് എന്ത്? വലുത് അല്ലേ? വലിയ ഭിന്നസംഖ്യ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ താഴെ ഛേദം തുല്യമായിട്ട് വരികയാണെങ്കിൽ വലിയ ഭിന്നസംഖ്യ ഏതാണ്? മുകളിൽ ഏറ്റവും വലിയ സംഖ്യ വരുന്നത്, ഏറ്റവും ചെറുത് ചെറിയ സംഖ്യ വരുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ അവരോഹണ ക്രമത്തിൽ എഴുതണം. ഏറ്റവും വലുത് ആദ്യം, പിന്നെ അടുത്ത വലുത്, ദെൻ വലുത്, അങ്ങനെയാണ് പോവേണ്ടത്. അപ്പോൾ ഏറ്റവും വലുത് ഏതാണ്? 10ൽ 8 ഭാഗം അല്ലേ? അപ്പോൾ 8/10 ആണ് ഏറ്റവും വലുത്. ദെൻ അത് കഴിഞ്ഞാൽ അടുത്തത് ഏതാണ്? 7/10 ആണ്. ഓക്കെ, ദെൻ 6/10, അത് കഴിഞ്ഞ് 3/10, ദെൻ 2/10. ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അവരോഹണ ക്രമത്തിലാണ്, വലുതിൽ നിന്നും ചെറുതിലോട്ടാണ്. 8/10, 7/10, 6/10, 3/10, 2/10. അപ്പോൾ ഇത്രയും ശ്രദ്ധിക്കുക. താഴെ ഛേദം തുല്യമായിട്ട് വരുന്ന ഭിന്നസംഖ്യകളാണെങ്കിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ എന്ന് പറയുന്നത് മുകളിൽ ഏറ്റവും വലിയ സംഖ്യയുള്ളത് നോക്കി എഴുതുക. ഓക്കെ, അത് മനസ്സിലായല്ലോ? അടുത്തത് നോക്കുക. 5/9, 5/6, 5/4, 5/3, 5/2. ഇവിടെ എന്താണ് പ്രത്യേകത? മുകളിലെ സംഖ്യകളാണ് തുല്യം അല്ലേ? അംശമാണ് തുല്യം. ഛേദം തുല്യമായപ്പോൾ മുകളിലെ ഏറ്റവും വലിയ സംഖ്യ വരുന്നത് വലിയ ഭിന്നസംഖ്യയാണെന്ന് പറഞ്ഞു. ഇവിടെ അംശമാണ് എന്ത് വരുന്നത്? തുല്യമായിട്ട് വരുന്നത്. ഛേദം വ്യത്യസ്തമാണ് അല്ലേ? അപ്പോൾ അംശം തുല്യമായിട്ട് ഛേദം വ്യത്യസ്തമായിട്ട് വരുന്ന ഭിന്നസംഖ്യകളാണെങ്കിൽ
ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആരോഹണ ക്രമത്തിൽ എഴുതുക എന്നുള്ളതാണ്. ആരോഹണ ക്രമം എന്ന് വെച്ചാൽ എന്താ? ചെറുതിൽ നിന്നും വലുതിലോട്ടാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഇത് ഒരെണ്ണം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അടുത്തത് അതിൻ്റെ ഓപ്പോസിറ്റ് ആണെന്ന് ഓർത്ത് വെച്ചാൽ മതിയാവും കേട്ടോ. രണ്ടും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കൺഫ്യൂഷനാണ്. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞത്? ഛേദം തുല്യമാണെങ്കിൽ മുകളിൽ വലിയ സംഖ്യ വരുന്നത് എന്താണ്? വലിയ ഭിന്നസംഖ്യയാണ്. അപ്പോൾ ഇവിടെ അംശമാണ് തുല്യം അല്ലേ? അപ്പോൾ എന്തായിരിക്കും? താഴെ വലിയ സംഖ്യ വരുന്നതാണ് ചെറിയ ഭിന്നസംഖ്യ. ഓക്കെ, അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്, അതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ എന്ന് പറയുന്നത് എന്താണ്? 5/9 ആണ്. അടുത്തത് 5/6. ഇത് ആ ഓർഡറിൽ തന്നെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. 5/9, 5/6, 5/4, 5/3, 5/2. ഏറ്റവും ചെറുത് 9 ആണ്. അടുത്തത് 6 ആണ്, ദെൻ 4, ദെൻ 3, ദെൻ 2. ആരോഹണ ക്രമമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏറ്റവും ചെറുത് എന്ന് പറയുന്നത് ഇതാണ്. ചെറുതിൽ നിന്നും വലുതിലോട്ടാണ് എഴുതേണ്ടതെങ്കിൽ അംശമാണ് തുല്യമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? താഴെ ഏറ്റവും വലിയ സംഖ്യ ഏതാണോ അതാണ് ചെറിയ ഭിന്നസംഖ്യ. മനസ്സിലാവുന്നുണ്ടോ? കൺഫ്യൂഷൻ ഉണ്ടോ? ഛേദം തുല്യമാണെങ്കിൽ മുകളിൽ വലിയ സംഖ്യ വരുന്നത് വലിയ ഭിന്നസംഖ്യ. അംശമാണ് തുല്യമെങ്കിൽ താഴെ ഏറ്റവും വലിയ സംഖ്യ വരുന്നത് ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ ഏതാണ്? 5/9 ആണ്. അടുത്തത് 5/6 ആണ്. ഏറ്റവും വലിയ ഭിന്നസംഖ്യയാണ് നമുക്ക് എഴുതേണ്ടതെങ്കിലോ 5/2 ആണ്. കാരണം എന്താണ്? താഴെ ഏറ്റവും ചെറിയ നമ്പർ നോക്കുക, അതായിരിക്കും എന്ത്? വലിയ ഭിന്നസംഖ്യ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അംശം തുല്യമായാൽ എന്താണ്, ഛേദം തുല്യമായാൽ എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് പറയുന്ന സമയത്ത് സൈഡിലൊന്ന് എഴുതിയിടുക കേട്ടോ. അവരോഹണ ക്രമം എന്ന് വെച്ചാൽ എന്താണ്? വലുതിൽ നിന്ന് ചെറുതിലോട്ടാണ്. അറിയാത്തവരുണ്ടെങ്കിൽ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. കാരണം നമുക്ക് അറിയില്ല എന്നുള്ളത് നമ്മുടെ കാര്യമാണല്ലോ. അപ്പോൾ നമുക്ക് അറിയണമെങ്കിൽ നമ്മുടെ നോട്ടിൽ നമ്മുടേതായ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതി വെക്കുക. മറ്റൊരാളിപ്പോൾ നമ്മുടെ നോട്ടെടുത്ത് വായിക്കാനൊന്നും പോകുന്നില്ല, കളിയാക്കാനും പോകുന്നില്ല. നമുക്ക് അറിയാത്ത കാര്യം അത് എത്ര ചെറിയ കാര്യമാണെങ്കിലും അത് ജസ്റ്റ് ഒന്ന് നോട്ടിൽ എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ അവരോഹണ ക്രമം വലുതിൽ നിന്ന് ചെറുതിലോട്ട്, ആരോഹണ ക്രമം ചെറുതിൽ നിന്ന് വലുതിലോട്ട്. ഛേദങ്ങൾ തുല്യമായ മുകളിലെ വലിയ സംഖ്യയാണ് ഏത്? വലിയ ഭിന്നസംഖ്യ. അംശങ്ങൾ തുല്യമാണെങ്കിൽ താഴെ ഏറ്റവും വലുത് വരുന്നതാണ് ചെറിയ ഭിന്നസംഖ്യ. ഇത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് നോക്കുക. 3/5, 7/9, 11/13, 15/17, 13/15. ഈ ഭിന്നസംഖ്യകളെ ആരോഹണ ക്രമത്തിൽ എഴുതണം. എന്നിങ്ങനെ? ആരോഹണ ക്രമത്തിൽ. ആരോഹണ ക്രമം എന്ന് വെച്ചാൽ എന്താണ്? ചെറുതിൽ നിന്നും വലുതിലോട്ട് എഴുതണം. ഓക്കെ, അപ്പോൾ ഈ തന്നിട്ടുള്ള ഭിന്നസംഖ്യകൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്നുള്ളതൊന്ന് ഒന്ന് നോക്കിക്കോളുക. എന്താണ്? 3/5 ഇവ തമ്മിലുള്ള വ്യത്യാസം, അതായത് 3ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസം 2 ആണ് അല്ലേ? 7/9, 7ഉം 9ഉം തമ്മിലുള്ള വ്യത്യാസം 2 ആണ്. 11/13, 11ഉം 13ഉം തമ്മിലുള്ള വ്യത്യാസം 2 ആണ്. 15ഉം 17ഉം തമ്മിലുള്ള വ്യത്യാസം 2 ആണ്. 13ഉം 15ഉം തമ്മിലുള്ള വ്യത്യാസം 2 ആണ്. അപ്പോൾ ഈ തന്നിട്ടുള്ള എല്ലാ ഭിന്നസംഖ്യകളിലും അംശത്തിൻ്റെയും ഛേദത്തിൻ്റെയും വ്യത്യാസം തുല്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഭിന്നസംഖ്യകളിൽ ഏറ്റവും ചെറുത് എന്ന് പറയുന്നത് തന്നിട്ടുള്ള സംഖ്യകളിൽ ഏറ്റവും ചെറുത് വരുന്നത് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ ഏറ്റവും ചെറുത് ഏതാണ്? 3ഉം 5ഉം ആണ് അല്ലേ? അപ്പോൾ 3/5 ആണ് ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ. ഏറ്റവും വലുത് ഏതാണെന്ന് ചോദിച്ചാൽ അതിൽ ഏറ്റവും വലുതായിട്ട് വരുന്ന ഏതാണ്? 15ഉം 17ഉം ആണ്. അപ്പോൾ അതാണ് വലിയ ഭിന്നസംഖ്യ. അത്രയേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താണ് പറഞ്ഞത്? അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം തുല്യമായി വരുന്ന ഭിന്നസംഖ്യകളിൽ. ഓക്കെ, എന്താണ് ഇവിടെ വ്യത്യാസം? 3ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസം 2 അല്ലേ? 3ഉം 2ഉം ആണ് 5, 7ഉം 2ഉം 9, 11ഉം 2ഉം 13, 15ഉം 2ഉം 17, 13ഉം 2ഉം 15. അപ്പോൾ അവിടെ എന്താണ്? 2ന്റെ വ്യത്യാസമാണ് വരുന്നത്. അപ്പോൾ അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം തുല്യമായി വരുന്ന ഭിന്നസംഖ്യകളിൽ ഏറ്റവും ചെറിയ സംഖ്യയാണ് ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ. ഏറ്റവും വലിയ സംഖ്യകൾ വരുന്നത് വലിയ ഭിന്നസംഖ്യ. അപ്പോൾ ഇവിടെ ആരോഹണ ക്രമത്തിൽ എഴുതാന്ന് പറയുമ്പോൾ ചെറുത് മുതലാണ് എഴുതേണ്ടത്. അപ്പോൾ ഇത് ഏറ്റവും ചെറുത് ഏതാണ്? 3/5. 3ഉം 5ഉം അല്ലേ ചെറിയ സംഖ്യകൾ? അപ്പോൾ 3/5. 3/5 കഴിഞ്ഞ് അടുത്ത ആൾ ആരാണ്? 7/9. അടുത്ത ആൾ ആരാണ്? 11/13. അത് കഴിഞ്ഞാൽ 13/15 ആണ്. അത് കഴിഞ്ഞാണ് 15/17 വരെ. ഓക്കെ ആണല്ലോ. ഇത്രയേ ഉള്ളൂ ആരോഹണ ക്രമത്തിൽ എഴുതാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കണ്ടീഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കണം? തുല്യമായിരിക്കണം. എങ്കിൽ ചെറിയ സംഖ്യ, ചെറിയ ഭിന്നസംഖ്യ ചെറുതും വലിയ ഭിന്നസംഖ്യ എന്താണ്? വലുതുമായിരിക്കും. വലിയ ഭിന്നസംഖ്യ അല്ല, വലിയ സംഖ്യകൾ വരുന്നത്. ഓക്കെ, ഇവിടെ ചെറിയ സംഖ്യകൾ വരുന്നത് 3ഉം 5ഉം ആണ് ചെറിയ സംഖ്യകൾ. അപ്പോൾ 3/5. അടുത്തത് 7ഉം 9ഉം ആണ് ചെറുത് വരുന്നത്. അപ്പോൾ 7/9. മനസ്സിലായോ? സംഖ്യകൾ ചെറുതായി വരുന്ന ഭിന്നസംഖ്യ ചെറിയ ഭിന്നസംഖ്യയും സംഖ്യകൾ വലുത് വരുന്നത് വലിയ ഭിന്നസംഖ്യ ആയിരിക്കും. ഓക്കെ ആണല്ലോ.
അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ വലിയ ഭിന്നസംഖ്യ ചെറിയ ഭിന്നസംഖ്യ കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മൾ കുറേ ടൈപ്പിലുള്ളത് പറഞ്ഞു. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ പറയുന്നതൊന്ന് പോസ് ചെയ്ത് നിർത്തി വെച്ചിട്ട് സൈഡിൽ ഓരോ കണ്ടീഷനും എഴുതി വെച്ച് പഠിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.